Hello students, welcome to Sonu's Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 വെക്ടർ ആൾജിബ്ര എക്സസൈസ് 10.3 ക്വസ്റ്റ്യൻ നമ്പർ 6 മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. ഫൈൻഡ് മോഡുലസ് ഓഫ് വെക്ടർ എ ആൻഡ് മോഡുലസ് ഓഫ് വെക്ടർ ബി ഇഫ് a plus b dot a minus b is equal to 8 and vector a is equal to 8 times modulus of vector b. Okay, അത് modulus of vector a is equal to 8 times modulus of vector b. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് തന്നിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ് തന്നിട്ടുള്ളത്? വെക്ടർ എ ഡോട്ട് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഡോട്ട് വെക്ടർ എ മൈനസ് വെക്ടർ ബി ഇസ് ഈക്വൽ ടു 8 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. മനസ്സിലായല്ലോ? അതായത് എ ഇൻറ്റു ഇത്, അതായത് എ ഇൻറ്റു എ മൈനസ് എ ഇൻറ്റു ബി, അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമുക്ക് ഒറ്റ ഇതിൽ എഴുതാമല്ലോ. സോ വെക്ടർ എ സ്ക്വയർ മൈനസ് ഓക്കെ ബി സ്ക്വയർ. ഓക്കെ അല്ലേ? സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് തന്നിട്ടുണ്ട് എ ഇസ് ഈക്വൽ ടു 8 ടൈംസ് ബി ആണ്. സോ എക്ക് പകരം 8 ടൈംസ് ബി എന്ന് എഴുതി. പിന്നെ ഒരു സ്ക്വയറും ഉണ്ട് അല്ലേ? മൈനസ് ഓക്കെ മൈനസ് വെക്ടർ ബി ദ ഹോൾ സ്ക്വയർ മൈനസ് ദാറ്റ് ഇസ് ഈക്വൽ ടു 8. ഓക്കെ, ഇനി എന്താണ്? നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്യാം. 8 into 8 is 64. 64ഉം പിന്നെ വെക്ടർ ബി ദ ഹോൾ സ്ക്വയർ മൈനസ് വെക്ടർ ബി ദ ഹോൾ സ്ക്വയർ മോഡുലസ് ഓഫ് വെക്ടർ ബി മോഡുലസ് ഓഫ് വെക്ടർ ബി ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 8 എന്ന് വന്നു. 64 മൈനസ് 1 is 63 അല്ലേ? സോ 63 into വെക്ടർ ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 എന്ന് വരും. സോ വെക്ടർ ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8 by 63. ഓക്കെ, സോ therefore വെക്ടർ ബി എന്ത് കിട്ടും? റൂട്ട് ഓഫ് 8 by 63. ഓക്കെ, 8 നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെയാണ് നമ്മൾ റൂട്ട് എടുക്കുന്നത്? 2 4s are 8 2 2s are 4 2 1. ഓക്കെ, സോ ഇതിന് 2 2 എടുക്കും, ഒരു 2 ഉള്ളിൽ പോകും. സോ 2 root 2 എന്ന് എഴുതാൻ പറ്റും. 2 root 2 divided by 63 നമുക്ക് എങ്ങനെ എഴുതാം? 3 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? 3 2s are 6 1 3 7s are 21. സോ ഇതിൽ നിന്നും ഒരു 3 എടുത്തു. സോ 3 root 7 എഴുതാം അല്ലേ? സോ 3 root 7. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെയാ കാണേണ്ടത്? ഫൈൻഡ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. അപ്പം ഇതും കാണണം. സോ നമുക്ക് എന്താണ്? ബി കിട്ടി. അപ്പം എ കാണാൻ എന്താ? എ എന്ന് വെച്ചാൽ 8 ടൈംസ് ബി അല്ലേ? സോ therefore vector A is equal to the 8 times ഇത് 2 root 2 by 3 root 7 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, this is equal to 8 2s are 16 root 2 by 3 root 7. so A യും കിട്ടി ബിയും കിട്ടി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. കുട്ടികളെ, ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും. ഇവിടെ എ ഡോട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുപോലെ എ പ്ലസ് ബി എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? അത് എങ്ങനെയാ ഈ മോഡുലസിന്റെ ഉള്ളിൽ വന്നതെന്നൊരു ഡൗട്ട് ചിലർക്ക് തോന്നിക്കാണും. നമ്മൾ ആദ്യം തന്നെ ഫോർമുലാസ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എ ഡോട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് എ ദ ഹോൾ സ്ക്വയർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നിയാലും നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. മനസ്സിലായല്ലേ? അതുകൊണ്ടാണ് നമ്മൾ മോഡുലസിനുള്ളിൽ എഴുതിയത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Question number 7. Evaluate the product 3a minus 5b dot 2a minus 7b. Okay, so എന്താണ്? 3a minus 5b dot 2a plus 7b. Okay, so ഞാൻ ഓരോന്നെടുത്തിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഒന്നാമത് നമ്മൾ എന്താണ്? 3 into 2a അല്ലേ? സോ 3a dot 2a into ഇത് പ്ലസ്
3a dot 7b. Okay അല്ലേ? ഇനി മൈനസ് 5b dot 2a മൈനസ് 5b dot 7b. ഓക്കെ, ഇനി എന്താണ്? 3 2s are 6. a dot aക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? മോഡുലസ് ഓഫ് വെക്ടർ a the whole square എന്ന് എഴുതാമല്ലോ, നമ്മുടെ ഫോർമുല. ഓക്കെ, ഇനി പ്ലസ് 7 3s are 21 a dot b മൈനസ്, ഓക്കെ, 5 2s are 10. b dot a എന്ന് പറഞ്ഞാൽ a dot b ക്ക് സെയിം അല്ലേ? സോ എന്താണ്? 10 a dot b. ഓക്കെ, ഇനി എന്താണ്? മൈനസ് 7 5s are 35. സോ 35 b dot b ക്ക് വരാം മോഡുലസ് ഓഫ് b the whole square. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താണ്? 21 മൈനസ് 10 ദാറ്റ് ഇസ് 11 എഴുതാം അല്ലേ? സോ ദാറ്റ് ഇസ് 6 ഓഫ് മോഡുലസ് a the whole square പ്ലസ് 11 a dot b മൈനസ് 35 b. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 8. Find the magnitude of two vectors A and B having same magnitude and such that angle between them is 60 degree and scalar product is 1/2. So നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്തൊക്കെയാണ്? Find the magnitude of two vectors A and B. രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, അത് എയും ബിയുമാണ്. ഓക്കെ, ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെക്ടർ എന്റെ മാഗ്നിറ്റ്യൂഡും വെക്ടർ ബിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സച്ച് ദാറ്റ് ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 60 ഡിഗ്രി. സോ കോസ് തീറ്റ, അതായത് കോസ് അല്ല, തീറ്റ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണ് തന്നിട്ടുള്ളത്. തീറ്റ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ഇത് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ആൻഡ് സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? എ ഡോട്ട് ബി ആയിരിക്കത്തില്ല, കാരണം എ ഡോട്ട് ബി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? സ്കെയിലാർ അല്ലേ? സോ സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തീറ്റ തന്ന സ്ഥിതിക്ക് നമുക്ക് എന്താണ്? തീറ്റന്റെ ആ ഇക്വേഷൻ എടുക്കാം അല്ലെ? കോസ് തീറ്റ എങ്ങനെയാണ് കാണുന്നത്? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി divided by modulus of vector A into modulus of vector B. Okay, so ഇതിനകത്തിലെ cos 60 തീറ്റ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, എ ഡോട്ട് ബി തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എ ഡോട്ട് ബി തന്നിട്ടുണ്ട്. സോറി, എ ഡോട്ട് ബി തന്നിട്ടുണ്ട്. എ ഡോട്ട് ബി എന്ന് വെച്ചാൽ 1/2 ആണ് അല്ലേ? സോ 1/2 divided by the modulus of vector A into A is equal to B അല്ലേ? സോ എനിക്ക് B ക്ക് പകരം എന്താണ്? A തന്നെ എഴുതാം. ഓക്കെ അല്ലേ? സോ എന്താണ് നെക്സ്റ്റ്? എന്താണ്? cos 60 is equal to cos 60 എന്ന് വെച്ചാൽ എന്താണ്? 1/2. സോ 1/2 is equal to 1/2 divided by ഇതിനെ നമുക്ക് എന്താണ്? വെക്ടർ A the whole square എന്ന് എഴുതിക്കൂടെ? സോ എന്താണ്? എനിക്ക് ഇതിനെ എന്താണ്? ഇപ്പത്തേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 1/2 into modulus of A the whole square, okay, is equal to 1/2. സോ എന്താണ്? modulus of A the whole square എന്ന് പറഞ്ഞാൽ 1/2 by 1/2 1. Therefore modulus A is equal to 1. Okay, ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് such that angle between them is 60 degree and scalar product is 1/2. സോ നമുക്ക് എന്താണ്? എന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് A is equal to 1 എന്ന് കിട്ടി. ഓക്കെ, എന്താണ്? B എന്ന് പറഞ്ഞാൽ A ക്ക് സെയിം അല്ലേ? therefore B is also equal to 1. ഓക്കെ, സോ കിട്ടില്ല നമുക്ക് ആൻസർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് മോഡുലസ് ഓഫ് വെക്ടർ എക്സ് ഇഫ് ഫോർ എ യൂണിറ്റ് വെക്ടർ എ. എ ഒരു യൂണിറ്റ് വെക്ടർ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, തന്നിട്ടുള്ള സംഭവം നമ്മൾ സൈഡിലേക്ക് എഴുതി വെക്കുക. യൂണിറ്റ് വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിട്ടുള്ള എന്താണ്? x - a dot
x plus a is equal to 12 എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, a minus b into a plus b is a square minus b square. ഇവിടെ എന്താണ് x ആണ്, so x square minus a square. Okay, that is equal to 12. Okay, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. ഓക്കെ, so vector x the whole square minus 1. 1 square is 1 only. Okay, that is equal to 12. So mod x the whole square എന്ന് വെച്ച് ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 13 നമുക്ക് കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്താണ് therefore vector x is equal to root 13. ഓക്കെ, root 13 ആണ് നമ്മുടെ ആൻസർ. നമുക്ക് കണ്ടുപിടിച്ചില്ല, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എന്താണ് നമുക്ക് കിട്ടിയ ആൻസർ, ദാറ്റ് is equal to root 13. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Question number 10. If a is equal to 2i plus 2j plus 3k and b is equal to either and c is equal to or vector are such that a plus lambda b is perpendicular to c. അപ്പോൾ തന്നെ എഴുതുക a plus lambda b perpendicular to c ആണെങ്കിൽ a plus lambda b dot c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും 0 ആണ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കത്തില്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് എ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തിൽ എല്ലാ വാല്യൂസും ഇട്ട് നോക്കാം. ഓക്കെ, എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2i പ്ലസ് 2j പ്ലസ് 3k ഓക്കെ പ്ലസ് ലാംഡ ഇൻ ടു ബി. ബി എന്ന് പറഞ്ഞാൽ ഇതാണ് മൈനസ് ഐ പ്ലസ് 2j പ്ലസ് k ക്യാപ്. ഓക്കെ, ഇനിയും ഇത് ഡോട്ട് സി. സി എന്ന് പറഞ്ഞാൽ ഇത് 3i പ്ലസ് j ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇതങ്ങ് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ എന്താ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2i പ്ലസ് 2j പ്ലസ് 3k മൈനസ് ലാംഡ i ഓക്കെ പ്ലസ് 2 lambda j okay plus lambda k dot 3i plus j cap is equal to 0. okay, ഇനി നമുക്ക് എന്താണ് ഡോട്ട് ചെയ്യാം. ഡോട്ട് ചെയ്യുന്നതിന് മുമ്പോ ഇവിടെ ഐ ജെ ഇവിടെ നമുക്ക് സോൾവ് ചെയ്യാനുണ്ട് അല്ലെ. സോ ഇവിടെ നമുക്ക് എന്താണ് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് എന്താണ് 2i ഉണ്ട്, ലാംഡ i ഉണ്ട്. ഓക്കെ, സോ അത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്താണ് 2 മൈനസ് ലാംഡ ഐ. ഓക്കെ അല്ലേ, 2 മൈനസ് ലാംഡ ഉണ്ട്. ഇനി ജെ, ഇവിടെ ജെ ഉണ്ട്, ഇവിടെയും ജെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 ലാംഡ ജെ. ഓക്കെ അല്ലേ, ഇനി ഇവിടെ കെ ഉണ്ട്, ഇവിടെ കെ പ്ലസ് 3 പ്ലസ് ലാംഡ കെ. ഓക്കെ അല്ലേ, ഡോട്ട് ഇത് 3i പ്ലസ് j is equal to 0. ഓക്കെ, ഇനി ഡോട്ട് ചെയ്യാം. ഇത് സോൾവ് ചെയ്തു. സോ ഇതേ ഡോട്ട് ഇത് ഐന്റെ കമ്പോണൻസ്. അപ്പൊ എന്താണ് 2 മൈനസ് ലാംഡ ഇൻറ്റു 3 എന്ന് വരും അല്ലേ. അല്ലേ, ഇവിടെ ഐന്റെ കമ്പോണന്റ് 3, ഇവിടെ ഐന്റെ കമ്പോണന്റ് ഇത്, ഇവിടെ ഐന്റെ കമ്പോണന്റ് 3. ഇനി എന്താണ് ജെയിന്റെ കമ്പോണന്റ്, ഇവിടെ 1 ആണ്. സോ പ്ലസ് 2 പ്ലസ് 2 ലാംഡ. കെയുടെ കമ്പോണന്റ് 0 ആണ്. സോ ഒന്നും ചെയ്യണ്ട, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി എന്താണ് ഞാൻ ഈ 3നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 2s are 6 മൈനസ് 3 ലാംഡ പ്ലസ് 2 പ്ലസ് 2 ലാംഡ ഈസ് ഈക്വൽ ടു 0. ഇവിടെ എന്താണ് നമുക്ക് സോൾവ് 6 പ്ലസ് 2 7 8 മൈനസ് ലാംഡ മൈനസ് 3 പ്ലസ് 2 മൈനസ് ലാംഡ is equal to 0. therefore മൈനസ് ലാംഡ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് മൈനസ് 8. therefore ലാംഡ is equal to 8. നമ്മളോട് ചോദിച്ചത് എന്താ ഫൈൻഡ് ലാംഡ. എന്താ ആൻസർ ലാംഡ is equal to 8. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 11 എന്താ പറഞ്ഞിരിക്കുന്നത്? Show that this is perpendicular to this. This is perpendicular to this. This dot this is equal to 0. അത് പ്രൂവ് ചെയ്താൽ പോരെ.
സോ നമുക്ക് നോക്കാം. A B plus B A dot. This implies, okay, vector A B minus B A. ഇനി എന്താ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫോമാണ്? A plus B into A minus B ഫോം അല്ലേ? സോ നമുക്ക് A square minus B square എന്ന് എഴുതാം. ഓക്കെ, സോ A square minus B square. അപ്പം ഇതിന് A square, ഇതല്ലേ ഫുൾ ടേം, എന്റെ ഫുൾ ടേം. ഓക്കെ, A square എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ക്വയറും ഇതിന്റെ സ്ക്വയറും എടുക്കണം. എന്താണ്? 2 സ്ക്വയർ വരും. മൈനസ് B square എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ക്വയർ എടുക്കണം, ഇതിന്റെ സ്ക്വയർ എടുക്കണം. ഇതെന്താ? ഇത് രണ്ടും എന്താ? സെയിം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. 0 ആകുമ്പോൾ എന്താണ്? ദിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ്. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്താ പറയുന്നത്? If A dot A is equal to 0 and A dot B is equal to 0, then what can be concluded about B എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എന്താണ്? നമുക്ക് അറിയത്തില്ല വെക്ടേഴ്സ് എന്തൊക്കെയാണെന്ന്, പക്ഷെ തന്നിട്ടുണ്ട് എന്താണ്? A dot A is equal to 0 എന്ന് തന്നിട്ടുണ്ട്. A dot A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് എങ്ങനെ എഴുതാം? A dot A വെക്ടർ A മോഡുലസ് ഓഫ് A dot A ഹോൾ സ്ക്വയർ is equal to 0, which means that എന്താണ്? ഇതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓർമ്മയില്ലേ? ഇനി എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ്? അതായത് വെക്ടർ എന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്, വിച്ച് മീൻസ് ദാറ്റ് എ എന്തായാലും ഒരു 0 വെക്ടർ ആയിരിക്കും. മനസ്സിലായല്ലോ? അതിനു വേണ്ടിയാണ് നമുക്ക് ഈ ക്ലൂ തന്നിരിക്കുന്നത്. പക്ഷെ ബി എന്താണ്? ഒരു 0 വെക്ടർ ആകാം, ഒരു 0 വെക്ടർ ആയിരിക്കത്തില്ല. മനസ്സിലായല്ലോ? നമുക്ക് ബിനെ കുറിച്ച് അറിയില്ല. ബി എന്താണ്? ഇത് രണ്ടും കൂടെ ഡോട്ട് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നത്. പക്ഷെ എ എന്താണ്? ഒരു 0 വെക്ടർ ആണ്, നമുക്ക് മനസ്സിലായി ഈ ക്ലൂവിൽ നിന്നും. ഓക്കെ, സോ നമുക്ക് എങ്ങനെയൊക്കെ വാട്ട് ക്യാൻ ബി കൺക്ലൂഡഡ് അബൌട്ട് ബി? എന്താ? എ and B are vectors where എന്താണ്? A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് is a 0 vector and B can be any vector. B ഏത് വെക്ടർ ആണ്? A ഒരു 0 വെക്ടർ ആണ്. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 13. If A, B, C are unit vectors, unit vectors പറയുമ്പോൾ എന്താണ്? മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. സോ എന്താണ്? വെക്ടർ എന്റെ, വെക്ടർ ബിന്റെ, വെക്ടർ സിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. ഓക്കെ, such that A plus B plus C is equal to 0. ഓക്കെ, find A dot B plus B dot C plus C dot A. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ളതിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, തന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതിനെ സ്ക്വയർ ചെയ്യാൻ പോകുന്നത്. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. ഓക്കെ, സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. ഓക്കെ, അപ്പം എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി the whole square is equal to 0 square. A plus B plus C the whole square എന്താണ്? A square plus B square plus C square plus 2AB plus 2BC plus 2AC. അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ അല്ലേ? വേണോ? A plus B plus C the whole square എന്ന് വെച്ച് കഴിഞ്ഞാൽ A square plus B square plus C square plus 2AB plus 2BC plus 2AC. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ അതുപോലെ നമുക്ക് ഇവിടെ എഴുതാലോ. ഫസ്റ്റ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഓക്കെ, പ്ലസ് സി സ്ക്വയർ പ്ലസ് 2AB പ്ലസ് 2BC പ്ലസ് 2AC. റൈറ്റ് ഹാൻഡ് സൈഡില് 0 ആണ്. ഇത് എന്താ? 1 ആണ് അല്ലേ? നമ്മൾ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ അല്ലേ? പ്ലസ് 1 പ്ലസ് 1 പ്ലസ് ഇവിടെ നമുക്കൊരു 2 അങ്ങ് കോമൺ എടുക്കാം. ഇതിൽ ഫുള്ളിലും 2 ഇല്ലേ?
2 into AB plus BC plus AC is equal to 0. ഓക്കെ അല്ലേ? ഇവിടെ 3 ആണ്. ഞാൻ ആ 3നെ എന്താണ് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അപ്പൊ എന്താണ് -3 എന്ന് വരും. സോ 2 into A dot B plus B dot C plus A dot C is equal to -3. നമുക്ക് കണ്ട ഇത്രോന്റെ വാല്യൂ അല്ലേ? ഇത്ര അവിടെ ഇട്ടിട്ട് നമുക്ക് എന്താണ് ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അല്ലേ? സോ A dot B plus B dot C plus A dot C യും C dot A യും സെയിം ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് C dot A അല്ലേ? സോ നമുക്ക് C dot A തന്നെ എഴുതാം. C dot A is equal to -3/2. അപ്പൊ കിട്ടിയില്ലേ നമുക്ക് വാല്യൂ? ഓക്കെ, ഇതിന്റെ വാല്യൂ എന്താണ്? -3/2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 14. If either vector A is equal to 0 or B is equal to 0, then A dot B is equal to 0. അതെ, നമുക്കറിയാം എന്താണ്, ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു വെക്ടർ 0 ആണെങ്കിൽ അത് ഡോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 0 ആയിട്ടാണ് വരുന്നത്. നമുക്കത് അറിയാം. ഓക്കെ, ബട്ട് ദ കൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയോ ബിയോ 0 ആകാതെ തന്നെ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് കിട്ടുമ്പോൾ എന്താണ് ആൻസർ 0 ആയിട്ട് വരും അല്ല? ആൻസർ 0 ആയിട്ട് വരും. നമുക്ക് കിട്ടും ആൻസർ 0 ആയിട്ട്. ഓക്കെ, നമുക്കറിയാം ആൻസർ 0 ആയിട്ട് വരുമെന്ന്. പക്ഷെ വി ഹാവ് ടു ജസ്റ്റിഫൈ വിത്ത് എൻ എക്സാമ്പിൾ. ഓക്കെ, നമ്മൾ എന്താണ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറഞ്ഞ വെക്ടർ 0 ആയിരിക്കരുത്, ബി എന്ന് പറഞ്ഞ വെക്ടർ 0 ആയിരിക്കരുത്. ഓക്കെ, ഞാനപ്പം എ എന്ന് പറഞ്ഞ വെക്ടർ ഒരു 2i മൈനസ് ഒരു 3j പ്ലസ് 5k എടുത്തു. ഓക്കെ, എക്സാമ്പിൾ ആണ്. അടുത്ത വെക്ടർ ബിനെ ഞാൻ 4i പ്ലസ് ഇവിടെ മൈനസ് ഇരിക്കട്ടെ. ഓക്കെ, പ്ലസ് ഒരു ജെ പ്ലസ് ഒരു k എടുത്തു. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ഡോട്ട് ചെയ്യാൻ പോവാണ്. 4 2s are 8 -3 -5 അല്ലേ? അപ്പം എന്താണ് 8 - 3 ദാറ്റ് ഈസ് 8 - 8 is equal to 0 അല്ലേ? അതായത് ഒന്നെങ്കിൽ എ ഒന്നെങ്കിൽ ബി എന്താ 0 ആകണമെന്നൊന്നും ഇല്ല. 0 അല്ലാത്ത വെക്ടേഴ്സ് ഡോട്ട് ചെയ്താലും നമുക്ക് എന്താണ് 0 ആൻസർ ആയിട്ട് കിട്ടും അല്ലേ? അതല്ലേ ഇവിടെ 4 2s are 8 -3 എന്താണ് -5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. മനസ്സിലായല്ലോ? സോ ഇതാണ് നമ്മുടെ answer with an example. Next question. Question number 15. Okay, if the vertices A, B, C of triangle ABC are, okay, നമുക്ക് വരച്ചു പോകാം നമ്മുടെ triangle ABC. A എന്നും B എന്നും C എന്നും പറഞ്ഞ പോയിന്റ്സ്. ഓക്കെ, എയിലെ പോയിന്റ്സ് 1 2 3 ആണ് തന്നിട്ടുണ്ട്. B -1 0 0 ആണെന്ന് തന്നിട്ടുണ്ട്. C 0 1 2 ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, എന്ന് നമുക്ക് കാണേണ്ടത് ഫൈൻഡ് ആംഗിൾ എ ബി സി. ആംഗിൾ എ ബി സി ആണ് നമുക്ക് കാണേണ്ടത്. സോ വിച്ച് ഇസ് ആംഗിൾ ബിറ്റ്വീൻ ബി എ ആൻഡ് ബി സി, അതും തന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ദിസ് ആംഗിൾ. ഈ ആംഗിൾ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇക്വേഷൻ ഉണ്ട് അല്ലെ? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി. നമുക്കറിയാം ഇതാണ് ഇക്വേഷൻ. ഓക്കെ, സോ അതിനു വേണ്ടി നമ്മൾ എന്താണ് ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുന്ന വെക്ടറും ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുന്ന വെക്ടറും കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? ഇവിടുത്തെ പോയിന്റ്സ് തന്നിട്ടുണ്ട്. പോയിന്റ്സിനകത്ത് ഇവിടുത്തെ വെക്ടർ എന്താണ്? -i പ്ലസ് 0j പ്ലസ് 0k എന്നല്ലേ അർത്ഥം? ഓക്കെ, ഇവിടുത്തെ വെക്ടർ എന്താണ്? i പ്ലസ് 2j പ്ലസ് 3k എന്ന അർത്ഥം. ഓക്കെ, ഇവിടുത്തെ വെക്ടർ 0i പ്ലസ് j പ്ലസ് 2k എന്നാണ് അർത്ഥം. ഓക്കെ, സോ നമുക്ക് ഇവിടുത്തെ വെക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഇവിടുത്തെ വെക്ടർ നമുക്ക് എ എന്ന് ഇടാം. വെക്ടർ എ ഇങ്ങനെയാ കാണുക. നമുക്ക് ഇവിടുത്തെ വെക്ടർ എ ബി ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോ എ ബി കാണാൻ വേണ്ടി സോ ആംഗിൾ ബിറ്റ്വീൻ ബി എ ആൻഡ് ബി സി എന്നാണ് തന്നിട്ടുള്ളത് അല്ലെ? സോ നമുക്ക് ബി എ ആണ് കാണേണ്ടത്. സോ ബി എ കാണണമെങ്കിൽ എന്റെ കമ്പോണൻസിനെ ബിന്റെ കമ്പോണൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ,
So that is BA is equal to BA. അപ്പോൾ ഒന്നാമത്തേത് ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യാം. 1 minus minus 1 that is 2. ഓക്കെ, അടുത്ത എന്താണ്? 2 തന്നെയാണ് 2J plus 3K. ഓക്കെ അല്ലേ? സോ ഇനി വെക്ടർ ബി എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇസ് ആംഗിൾ ബിറ്റ്വീൻ ബി സി ആണ്. അപ്പം സോ സിന്റെ കമ്പോണൻസ് നമുക്ക് ബിന്റെ കമ്പോണൻസിനെ കൊണ്ടിട്ട് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, സോ 0 minus minus 1 that is 1 അയക്കാം. ഓക്കെ, ഇനി എന്താണ്? J minus 0 എന്ന് പറയുന്നത് പ്ലസ് J പ്ലസ് 2K. ഓക്കെ, അപ്പം എയും ബിയും കിട്ടി. ഓക്കെ അല്ലേ? ഇനി എന്താണ്? നമുക്ക് എന്താണ്? ഇത് മോഡുലസും വേണം അല്ലേ? സോ മോഡുലസ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ്. വെക്ടർ എന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? റൂട്ട് ഓഫ് 4 plus 4 plus 3 3s are 9. ഓക്കെ, സോ എന്താണ്? 4 plus 4 8, റൂട്ട് 17 കിട്ടും അല്ലേ? ഇനി എന്താണ്? ബിന്റെ മാഗ്നിറ്റ്യൂഡ്. സോ 1 square plus 1 square plus 2 square is 4, that is root 6. ഓക്കെ, ഇനി നമുക്ക് എന്തെടുക്കാം? നമുക്ക് ഈ കോസ് തീറ്റയുടെ ഇക്വേഷനില് വാല്യൂസ് ഒക്കെ നമുക്ക് എന്താണ് ഇട്ട് കൊടുക്കാം. ട്രയാങ്കിള് മാറി അങ്ങോട്ടിരിക്കട്ടെ. ഓക്കെ, സോ എന്താണ്? ദാറ്റ് ഇസ് കോസ്. ദെയർഫോർ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി. എ ഡോട്ട് ബി എന്താണ്? നമ്മൾ ചെയ്തില്ല. ഞാൻ ആ എ ഡോട്ട് ബി ചെയ്യാൻ മറന്നു, എന്നിട്ട് റബ്ബ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, സോ വീണ്ടും ഞാൻ എ ഡോട്ട് ബി അല്ല, എന്താണ് എയും ബിയും എ ഡോട്ട് ബി കാണാൻ വേണ്ടി എന്താണ് നമ്മൾ അവിടെ എന്താണ് ഞാനത് റബ്ബ് ചെയ്ത് കാണുന്നില്ലേ? സോ ഞാൻ വീണ്ടും എയും ബിയും കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും എ ഡോട്ട് ബി കാണാം. ഓക്കെ, സോ എ ഡോട്ട് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ ഡോട്ട് ബി എന്ന് വെച്ചാൽ ഇതിന്റെ ഇതും കൂടെ നമ്മൾ ഡോട്ട് ചെയ്യാം. അപ്പൊ 2 into 1 is 2 plus 2 into 1 is 2 plus 3 2s are 6. ഓക്കെ, 10. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 10 കിട്ടും. ഇനി റബ്ബ് ചെയ്യാലോ? ഇനി നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? കോസ് തീറ്റയ്ക്കുള്ളിൽ ഇട്ട് കൊടുക്കാം. Therefore cos theta is equal to a dot b എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 divided by a into b, that is root 17 into root 6. Root 17 into root 6. Okay, so നമുക്ക് എന്താണ്? root 17 into root 6, അതായത് 17 into 6 ചെയ്ത് നോക്കാം. 107 ഓക്കെ, 102 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ എന്താണ്? 10 divided by root 102, that is cos theta. Therefore theta is equal to cos inverse 10 divided by root 102. So ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അതാണ് തീറ്റ, അതാണ് ആംഗിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 16. Show that points A, B, C are collinear. Okay, so നമുക്ക് 3 points തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 3 points തന്നിട്ടുണ്ട്. A എന്ന് പറഞ്ഞ പോയിന്റ് 1 2 7. ഓക്കെ, B എന്ന് പറഞ്ഞ പോയിന്റ് 2 6 3. ഓക്കെ, ആൻഡ് C എന്ന് പറഞ്ഞ പോയിന്റ് 3 10 -1. സോ നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് we have to show that these 3 points are collinear. Okay, so നമ്മൾ അത് എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ modulus of AB plus modulus of BC is equal to modulus of AC ആണെന്ന് പ്രൂവ് ചെയ്താൽ we can say these points are collinear. Okay, so അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം? AB വേണം. ഓക്കെ, AB എന്ന് പറഞ്ഞാൽ ഇതാണ് AB. ഓക്കെ, ഇതിന്റെ വെക്ടർ നിങ്ങൾക്ക് അറിയാലോ, I plus 2J plus 7K. അതുപോലെ ഇവിടെ 2I plus 6J plus 3K. അതുപോലെ ഇവിടെ 3I plus 10J plus അല്ല, ഇവിടെ മൈനസ് ആണ്, -1K. ഓക്കെ, സോ എ ബി എങ്ങനെ കാണുന്നത്? ബിന്റെ കമ്പോണൻസിനെ എന്റെ ഇത് കൊണ്ടിട്ട് നമ്മൾ മൈനസ് ചെയ്യാണ്. സോ 2 - 1 is 1I plus 6 - 2 4J plus അല്ല, 3 - 7 എന്ന് പറഞ്ഞാൽ മൈനസ് വരും, -4K. ഓക്കെ, ഇത് നമ്മൾ എന്താണ്? ഇതിന്റെ മോഡുലസ് കാണുകയാണ്. ഓക്കെ, മോഡുലസ് ഓഫ് വെക്ടർ
എ ബി കാണുകയാണ്. സോ ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 16 പ്ലസ് 16 എന്ന് വരും. സോ 32 പ്ലസ് 1 33, റൂട്ട് 33 നമുക്ക് കിട്ടി എ ബി. ഇനി നമുക്ക് എന്താണ് ബി സി ആണ് കാണേണ്ടത്. ഓക്കെ, സോ ബി സി എന്ന് വെച്ച് കഴിഞ്ഞാല് സി മൈനസ് ബി ചെയ്യുക. സോ 3 മൈനസ് 2 1i, 10 minus 6 plus 4j. Okay, minus 1 minus 3 is minus 4k. ഇനി നമുക്ക് എന്താണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് റൂട്ട് ഓഫ് 1 പ്ലസ് 16 പ്ലസ് 16. ഓക്കെ, സോ അഗൈൻ എന്താണ് റൂട്ട് 33 എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അടുത്തത് നമുക്ക് വേണ്ടത് എ സി ആണ്. സോ എ സി, സോ എ സിൻ്റെത് എന്റെ കൊണ്ട് മൈനസ് ചെയ്യുക. 3 minus 1 is 2, 2i plus 10 minus 2 is 8j plus minus 1 minus 7, that is minus 8. Okay, so minus 8k. Okay, ഞാൻ ഇതിന്റെ മോഡുലസ് കാണാൻ പോവാണ്. റൂട്ട് ഓഫ് 4 പ്ലസ് 8 8s are 64, 64 പ്ലസ് 64. ഓക്കെ, എന്താണ് റൂട്ട് ഓഫ് 64 പ്ലസ് 64 എന്ന് പറയുമ്പം പ്ലസ് ഒരു 4 കൂടെ ഉണ്ട്, അതായത് 132 അല്ലേ, 132. ഓക്കെ, സോ റൂട്ട് 132. ഈ 132 നിങ്ങൾ ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് 2 റൂട്ട് 33 എന്ന് കിട്ടും. കാരണം നമുക്ക് 33ന്റെ ആ ഒരു ടേംസിൽ എഴുതണ്ടേ. സോ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 റൂട്ട് 33 എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ എന്താണ് നമുക്ക് ഇതെല്ലായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. സോ എ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് 33 അല്ലേ. സോ റൂട്ട് 33 ആണ്. ഇവിടെ എന്താണ് പ്ലസ് റൂട്ട് 33 ഇസ് ഈക്വൽ ടു 2 റൂട്ട് 33 അല്ലെ. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്താണ് എ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റൂട്ട് 33. ദിസ് ഇസ് 1 പ്ലസ് 1, ദാറ്റ് ഇസ് 2. സോ ഹെൻസ് പ്രൂവ്ഡ് അല്ലെ. എ ബി പ്ലസ് ബി ഇസ് ഈക്വൽ ടു എ സി നമ്മൾ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 17. Show that vectors 2i minus j plus k, I minus 3j minus 5k and 3i minus 4j minus 4k form the vertices of a right angled triangle. Okay, so നമുക്കൊരു റഫ് ആയിട്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വരയ്ക്കാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. എ ബി സി എന്ന് ഞാൻ പേരിട്ടു. ഓക്കെ, ഇനി എന്താണ് നമുക്ക് വെക്ടേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഒന്നാമത്തത് 2i minus j plus k, രണ്ടാമത്തത് i minus 3j minus 5k, അടുത്തത് 3i minus 4j minus 4k. ഓക്കെ അല്ലേ. സോ എന്താണ് പിന്നെന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഹൈപ്പോട്ടനൂസ് സ്ക്വയർ, ഏതെങ്കിലും ഒരു സൈഡിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു അടുത്തതിന്റെ സ്ക്വയർ, അത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ നമ്മൾ പ്രൂവ് ചെയ്യണം. മറ്റു രണ്ട് സൈഡിന്റെയും എന്താണ് സ്ക്വയറിന്റെ സം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ, അതിനു വേണ്ടി നമുക്ക് എന്താണ് ഈ ഡിസ്റ്റൻസ് വേണം. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എ ബി വേണം, ബി സി വേണം, സി എ വേണം. സോ നമുക്ക് എ ബി കണ്ടുപിടിക്കാം. എ ബി എങ്ങനെയാ കണ്ടുപിടിക്കുക, വെക്ടർ എ ബി എങ്ങനെയാ കണ്ടുപിടിക്കുക, ഇതിനെ ഇതുകൊണ്ട് മൈനസ് ചെയ്യണം. സോ 1 minus 2 is minus I. Minus 3 plus 1 minus 2. Minus 5 minus 1 minus 6k. ഓക്കെ അല്ലേ. ഇത് എന്താണ് ബി സി. ബി സി എങ്ങനെയാ 3 minus 1 2. Minus 4 plus 3 എന്ന് പറയുമ്പോൾ minus 1. ഓക്കെ, minus 4 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 1 അല്ലെ, പ്ലസ് 1. അടുത്ത എന്താണ് സി എ. സി എ ഇസ് ഈക്വൽ ടു 2 മൈനസ് 3 മൈനസ് 1. ഓക്കെ, ഇനി മൈനസ് 1 പ്ലസ് 4 പ്ലസ് 3. ഓക്കെ അല്ലെ. ഇനി എന്താണ് 1 മൈനസ് 4 ദാറ്റ് ഇസ് 5 പ്ലസ് 5. ഇനി എന്ത് ചെയ്യണം, ഇതിന്റെയൊക്കെ മാഗ്നിറ്റ്യൂഡ് കണ്ടാലേ നമുക്ക് കറക്റ്റ് ഡിസ്റ്റൻസ് അറിയാൻ പറ്റത്തുള്ളൂ അല്ലെ. സോ നമുക്ക് എന്താണ് ഇതിന്റെയൊക്കെ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ എ ബിന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് 1 പ്ലസ് 4 പ്ലസ് 36
അല്ലേ? 36 plus 4 40, 40 plus 1 is 41. Root 41 എന്ന് കിട്ടി. ഇനി എന്താണ് ബി സിന്റെ മാഗ്നിറ്റ്യൂഡ്? Root of 4 plus 1 plus 1, that is root 6 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി സി എൻ്റെ മാഗ്നിറ്റ്യൂഡ് root of 1 plus 9 plus 25. Okay, plus 35. 9 plus 1 is 10, 25 plus 1 25. Okay, 35. Root 35 എന്ന് കിട്ടി. അപ്പൊ ഇതിന് ഏതെങ്കിലും സ്ക്വയർ എടുക്കുമ്പോൾ അടുത്തതിന്റെ സ്ക്വയർ പ്ലസ് അടുത്തതിന്റെ സ്ക്വയർ ആയിരിക്കണം അല്ലെ? സോ എന്താണ് നമുക്ക് എ ബിനെ സ്ക്വയർ എടുക്കുമ്പോഴല്ലേ? സോ എ ബി വെക്ടർ എ ബിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 41ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 35 പ്ലസ് എന്താണ് 35ന്റെ സ്ക്വയർ പ്ലസ് root 6ന്റെ സ്ക്വയർ ആണ് അല്ലെ? സോ എ ബിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സിന്റെ സ്ക്വയർ പ്ലസ് സി ന്റെ സ്ക്വയർ അല്ലെ? അപ്പൊ എന്താണ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റൂട്ട് 41 ദി ഹോൾ സ്ക്വയർ. ബി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റൂട്ട് 6 ദ ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് 35 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഹെൻസ് എന്താണ് നമ്മൾ പ്രൂവ് ചെയ്തു. പക്ഷെ നമ്മൾ റഫ് ഫിഗർ ആയിരുന്നു വരച്ചത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ ഹൈപ്പോട്ന്യൂസ് എ ബി ആണെന്ന്. സോ നമ്മൾ എന്താണ് ഈ ഫിഗർ മാറ്റി എന്താണ് നമ്മുടെ കറക്റ്റ് ഫിഗർ വരയ്ക്കാൻ പോവാണ്. സോ ലാസ്റ്റ് നിങ്ങൾ എന്താണ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ദിസ് ഇസ് എ കറക്റ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു സ്റ്റെപ്പിൽ ആ ട്രയാങ്കിൾ ഒന്ന് വരച്ചു വെക്കുക. ഓക്കെ, സോ എന്താണ് ഇത് നമ്മൾ റഫായിട്ട് എടുത്തായിരുന്നു. അപ്പൊ എങ്ങനെ വരും നമ്മുടെ ട്രയാങ്കിൾ എ ബി സി? നമ്മുടെ ട്രയാങ്കിൾ എ ബി സിന്റെ എ ബി ആണ് ഹൈപ്പോട്ന്യൂസ്. ഇതായിരിക്കും നമ്മുടെ ട്രയാങ്കിൾ എ ബി സി. എ ബി ആണ് നമ്മുടെ ഹൈപ്പോട്ന്യൂസ്. Okay, this is our required triangle. Okay students, so students, if you like my videos, please like, share and subscribe my channel. Thank you so much.